എൻ്റെ പേര് അനീക, ഇതെൻ്റെ ഹസ്ബൻഡ് ക്ലിൻറ്റ്, ഇത് ഞങ്ങളുടെ മകൻ റാഫേൽ. പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഒരുപാട് നന്ദി പറയാനാണ് ഞങ്ങൾ വന്നത്. 2021 എൻ്റെ അമ്മയാണ് കൃപാസനത്തെക്കുറിച്ച് ആദ്യമായിട്ട് എന്നോട് പറഞ്ഞത്. ഞാൻ മുമ്പ് കേട്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷേ കൃപാസനത്തിൽ വരണമെന്നതിനെക്കുറിച്ച് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഡെലിവറി കഴിഞ്ഞ് ഒരു 2 വർഷത്തോളം എന്നും വൈകിട്ട് എനിക്ക് മൈഗ്രെയിൻ വരുമായിരുന്നു. നല്ല പെയിനാണ്. പക്ഷേ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഞാൻ എന്നും പെയിനിൻ്റെ മെഡിക്കേഷൻസ് എല്ലാ ദിവസം എന്ന് പറഞ്ഞ പോലെ എടുക്കുമായിരുന്നു. പക്ഷെ അത് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ വരും, ടാബ്ലറ്റ് എടുക്കും, പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല, അമ്മ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമായിരുന്നു. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു, നീ 5:30 എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുക. അപ്പം ഞാനും എല്ലാവരും ചോദിക്കുന്ന പോലെ അമ്മയോട് ചോദിച്ചു. പരിശുദ്ധ അമ്മയായിട്ട് ഞാൻ നല്ല റിലേഷനിലാണ്, പിന്നെ എന്തിനാ പുതിയൊരു പ്രാർത്ഥന ചെല്ലുന്നതെന്ന് ഞാൻ അമ്മയോട് ചോദിച്ചു. അപ്പം അമ്മ എന്നോടൊന്നും പറഞ്ഞില്ല. പക്ഷെ പിന്നെ അമ്മ പറഞ്ഞതല്ലേ എന്ന് കരുതി പിറ്റേ ദിവസം തൊട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഞാൻ പ്രയർ എത്തിച്ചു തുടങ്ങി, മാതാവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങി. അന്ന് വൈകിട്ട് ഞാൻ നോക്കുമ്പോൾ എനിക്ക് തലവേദന വന്നില്ല, ഞാൻ മരുന്ന് കഴിച്ചില്ല. പക്ഷെ ഞാനത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയ കാര്യം ഞാൻ അപ്പോൾ ഓർത്തില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ പിന്നെയുള്ള ദിവസങ്ങളിലൊന്നും എനിക്ക് എൻ്റെ ആ മൈഗ്രെയിൻ ഹെഡേക്ക് വന്നില്ല. അപ്പോൾ എനിക്ക് വിശ്വാസം വന്നു, ഓക്കെ, പരിശുദ്ധ അമ്മ കൃപാസനത്തിന് എന്തോ പ്രത്യേകത ഉണ്ടെന്ന് അപ്പം ഞാൻ മനസ്സിൽ ചിന്തിച്ചു. ആ സമയത്ത് ഞാൻ OETക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, UK ഫാർമസിസ്റ്റ് ആവാൻ വേണ്ടി. അതിൻ്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് OETക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയമായിരുന്നു. അപ്പോൾ തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നിരുന്നത്, കോച്ചിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതിയപ്പോൾ 3 B കിട്ടി. പക്ഷേ 4ാമത്തെ ഒരു മൊഡ്യൂളിൽ റീഡിങ്ങിൽ എനിക്ക് C+ ആയി. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഫസ്റ്റ് അറ്റംപ്റ്റിൽ 3 B കിട്ടിയില്ലേ, മറ്റേത് C+ അടുത്ത വട്ടം എഴുതുമ്പോൾ കിട്ടും. പക്ഷെ ഞാൻ സെക്കൻഡ് ടൈം എഴുതി, എനിക്ക് കിട്ടിയില്ല. തേർഡ് ടൈം എഴുതി, അതിലും എനിക്ക് കിട്ടിയില്ല. 4th ടൈം എഴുതിയപ്പോൾ അമ്മ ഇങ്ങോട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയുടെ കൂടെ വന്നു, ഉടമ്പടി എടുത്തു, ബ്ലെസ്സിങ് ഒക്കെ വാങ്ങി. പക്ഷെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മ ഇത് 4ാമത്തെ തവണയാണ് ഞാൻ റീഡിംഗ് ആണ് എനിക്ക് എപ്പോഴും പോകുന്നത്. ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് നല്ല സ്കോർ കിട്ടുന്നുണ്ട്. എന്താണ് എൻ്റെ മിസ്റ്റേക്ക് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവണില്ല. ഈ 4ാമത്തെ അറ്റംപ്റ്റിൽ എനിക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ UK എന്നുള്ള ഓപ്ഷൻ ഞാൻ ഇനി ശ്രമിക്കില്ല എന്ന് ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു. ഞാൻ 4ാമത്തെ തവണ എഴുതി. റിസൾട്ട് വന്നപ്പോൾ അതുവരെ എനിക്ക് ലിസണിങ്ങിൽ നല്ല സ്കോറായിരുന്നു. അമ്മയോട് ഞാൻ പറഞ്ഞത് എനിക്ക് റീഡിങ്ങിൻ്റെ കാര്യമായിരുന്നു, എനിക്കത് എന്തായാലും വേണമെന്നാണ്. അപ്പോൾ അമ്മ എനിക്ക് റീഡിങ്ങിൽ നല്ല സ്കോർ തന്നു, എൻ്റെ ലിസണിങ്ങിൻ്റെ സ്കോർ അപ്പോൾ പോയി. ഞങ്ങൾക്ക് ഫാർമസി പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ സെയിം സിറ്റിങ്ങിൽ 4 മൊഡ്യൂളിലും B കിട്ടിയാൽ മാത്രമാണ് നമുക്ക് രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ മനസ്സിൽ തീരുമാനിച്ചു, എനിക്ക് UK എന്നുള്ളൊരു കാര്യം ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ചു. ഞാൻ ജോലിക്ക് നോർമലായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഞാൻ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞപ്പോൾ ഓക്കെ, സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ട്രൈ ചെയ്യാം, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഡിപ്പെൻഡൻറ്റിന് വരാം, അവിടെ വന്ന് ഒന്നും കൂടി OET ട്രൈ ചെയ്യാം എന്നൊക്കെ ഞാനും കരുതി. അത് കഴിഞ്ഞ് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ഞങ്ങൾ വെച്ചു, എല്ലാ പേപ്പേഴ്സും ഓക്കെ ആയി. ഫീസ് അടച്ച് എല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്കൊരു ഇമെയിൽ വന്നിരിക്കുകയാണ്. ഞങ്ങൾ വെച്ച PT എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ സ്കോറാണ് ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോരാ, ഒന്നുകിൽ IELTS അല്ലെങ്കിൽ അവരുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതണം എന്ന് പറഞ്ഞ് വന്നു. അത് 1 വീക്കിൽ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അപ്ലൈ ചെയ്തു, ക്ലിൻറ്റ് എക്സാം എഴുതി. പക്ഷേ ഞങ്ങൾക്ക് വിചാരിച്ച സ്കോർ കിട്ടിയില്ല. അപ്പോൾ ആ അഡ്മിഷൻ അന്ന് ക്ലോസ് ആയി. പിന്നെ അടുത്ത ഇൻടേക്കിന് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ കരുതി UK നോക്കണ്ട, UK-നേക്കാളും കുറച്ചും കൂടി സ്റ്റേ ബാക്കും കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ്. ഫാർമസിസ്റ്റ് ആണെങ്കിൽ അവിടെ ലൈസൻസിങ് എക്സാം ക്ലിയർ ചെയ്ത് ഇൻറ്റേൺഷിപ്പ് ആയി കഴിഞ്ഞാൽ ഫാർമസിസ്റ്റ് ആവാം. UK പോലെ 1 ഇയർ കോഴ്സും അത് കഴിഞ്ഞ് 1 ഇയർ ഇൻറ്റേൺഷിപ്പ് അങ്ങനെയില്ല. അപ്പോൾ കുറച്ചും കൂടി ഈസി ആണെന്ന് ഞങ്ങൾക്ക് തോന്നി. എക്സാം നല്ല ടഫാണ്, പക്ഷേ
കുറച്ചും കൂടിയും എളുപ്പത്തിൽ നമുക്ക് ഫാർമസിസ്റ്റ് ആവാം എന്ന് ഞങ്ങൾ കരുതി. അപ്പോൾ ക്ലിൻ്റെ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് തന്നെ ഓസ്ട്രേലിയയിലേക്ക് ട്രൈ ചെയ്തു. മറ്റേ UK യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞങ്ങൾ റീഫണ്ട് റിക്വസ്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് ഫുൾ എമൗണ്ട് റീഫണ്ട് വന്നു. ഞങ്ങൾ അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലേക്ക് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വെച്ചു. ഫെബ്രുവരിയിൽ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വെച്ചു. അതും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഒരു ഫണ്ട് കാണിക്കുന്നതിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ഞങ്ങൾ ഏജൻസിക്കാരോട് ചോദിച്ചു, ഞങ്ങളത് വെക്കണോ? അപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതിൽ റിക്വയർമെൻറ്റിൽ അതുണ്ടല്ലോ. അപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ ഇത്ര വർഷമായിട്ട് ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അവർ പറഞ്ഞ കാരണം ഞങ്ങളത് വെച്ചില്ല. അതിനുശേഷം പിന്നെ നമ്മളെല്ലാം സബ്മിറ്റ് ചെയ്ത് ഫെബ്രുവരി ഇൻടേക്കിന് പോകാനിരിക്കുകയാണ്. ആ സമയത്താണ് അവിടെ നിന്ന് മെയിൽ വരുന്നത്, ഈ ഒരു ഡോക്യുമെൻറ്റും കൂടി നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നിട്ട് അവർ 2 days ഡെഡ് ലൈൻ തന്നത്. അപ്പോൾ ഫണ്ട് കാണിക്കുന്നത്, അപ്പോൾ ആ ഒരു ഡോക്യുമെൻ്റ് ഞങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ ആ ഡെഡ് ലൈനിൽ നമുക്ക് പറ്റിയില്ല. നമ്മൾ ഇവിടുത്തെ ഒരു 5 മണിക്കുള്ള ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്തു. പക്ഷെ അപ്പോഴേക്കും ഫ്രൈഡേ ആയിരുന്നു, അവിടുത്തെ ടൈം കുറച്ച് മുമ്പാണല്ലോ. അപ്പോൾ ആ ഡോക്യുമെൻ്റ് ആ ഡെഡ് ലൈൻ കഴിഞ്ഞു. അപ്പോൾ അവർ ഞങ്ങൾക്ക് മെയിൽ അയച്ചു, ഫെബ്രുവരി ഇൻടേക്കിൽ പറ്റില്ല, ജൂലൈ ഇൻടേക്കിലേക്ക് മാറ്റിയെന്ന്. ഞങ്ങൾക്ക് നല്ല സങ്കടമായി. അത് കഴിഞ്ഞ് ഞങ്ങൾ അന്ന് ഫ്രൈഡേ ആണ് അങ്ങനെ മെയിൽ വന്നത്. ഞങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾ 2 പേരും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്, ഒരുമിച്ച് പള്ളിയിൽ പോകാൻ തുടങ്ങിയത് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം. അങ്ങനെ ഞങ്ങൾ ആ ഒരു ദിവസം കുർബാന കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അന്ന് ഞങ്ങൾ കുർബാന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ മനസ്സിലൊരു വിഷമമുണ്ട്, അതും ശരിയായില്ലല്ലോ, അത് ഇനിയും 6 മാസം വെയിറ്റ് ചെയ്യണമല്ലോ എന്ന്. അപ്പോഴാണ് ഞങ്ങൾ നോക്കിയപ്പോൾ 2 വർഷം മുമ്പ് ഞങ്ങൾ അതൊരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യം, ഓസ്ട്രേലിയക്ക് ഞങ്ങൾ വർക്ക് വിസയ്ക്ക് പോയിൻ്റ് സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്തിരുന്നു ഒരു വിസയ്ക്ക്. അത് ഞങ്ങളുടെ പ്രൊഫഷനിൽ കിട്ടുന്നത് വളരെ വളരെ റെയറായിട്ടാണ്. പക്ഷെ ഞങ്ങൾ നോക്കിയപ്പോൾ സ്റ്റേറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വഴി ഞങ്ങളത് ചെയ്യുന്നത്. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു 1 month നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ മനസ്സിൽ എന്താ പറയുക, ബൈബിൾ തുറന്നു നോക്കിയപ്പോൾ റോമയുടെ പുസ്തകമാണ് കിട്ടുന്നത്. നമ്മൾ ദൈവത്തെ അറിയുന്നവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്നുള്ള ഒരു വാക്കാണ് കിട്ടിയത്. അപ്പോൾ മനസ്സിലൊന്നും കൂടി പ്രതീക്ഷയായി, എന്തുകൊണ്ടാണ് ഈ 2 സ്റ്റുഡൻറ്റ് വിസയും റിജക്റ്റ് ആയെന്നുള്ളത് ഞങ്ങളുടെ മനസ്സിലപ്പോൾ തോന്നി. അപ്പോൾ ഞങ്ങൾ എല്ലാ ഡോക്യുമെൻറ്റ്സും വെച്ചു. 1 മാസം എന്നുള്ളത് 1 വീക്കിനുള്ളിൽ ഒരു മൺഡേ ഞങ്ങൾ ആപ്ലിക്കേഷൻ വെച്ചു. ആ ഫ്രൈഡേ ഞങ്ങൾക്ക് ഇൻവിറ്റേഷൻ വന്നു. സാധാരണ കുറച്ചും കൂടി ടൈം എടുക്കുന്നതാണ്. 1 വീക്കിൽ ഞങ്ങൾക്ക് അവിടുത്തെ ഇൻവിറ്റേഷൻ, ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോവാൻ 3 പേർക്കും, ഞങ്ങൾക്ക് 2 പേർക്കും ഫുൾ ടൈം വർക്ക് വിസ ആയിട്ടാണ് അത് വന്നത്. പിന്നെ ഞങ്ങൾ വിസയ്ക്ക് വെച്ചു. എല്ലാം വളരെ ഫാസ്റ്റായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്കൊരു ഫെബ്രുവരിയിൽ ഇൻവിറ്റേഷൻ വന്ന് മാർച്ച് മംഗളവാർത്ത ദിനത്തിൻ്റെ അന്നാണ് ഞങ്ങൾ വിസയ്ക്ക് വെച്ചത്. അതുപോലെ മെഡിക്കലും എല്ലാം കഴിഞ്ഞ് 4 months ഞങ്ങൾക്ക് 2 പേർക്കും, ഞങ്ങൾക്ക് 3 പേർക്കും പോകാനുള്ള ഞങ്ങളുടെ വിസ ഗ്രാൻഡായി. പിന്നെ അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രൊഫഷനിലുള്ളവർക്ക് അറിയാം, ഫാർമസി പ്രൊഫഷന് ആ ഒരു വിസ 5 year വർക്ക് വിസ കിട്ടാന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതും സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ഞങ്ങൾ ട്രൈ ചെയ്ത് ആ ഒരു ഓപ്ഷൻ ക്ലോസ് ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തീർന്നു എന്നുള്ളത്. പക്ഷേ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി അച്ഛൻ പറയുന്ന പോലെ നമ്മൾ വിചാരിക്കാത്ത വഴികൾ തുറന്നു തന്നു. അതായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹം. പിന്നെ അതിനുശേഷം ഞങ്ങളുടെ ഫാർമസിസ്റ്റിൻ്റെ എക്സാം അവിടെ നമുക്ക് ഫാർമസിയിൽ ഇന്ത്യൻ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഓവർസീസ് ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഒരു ക്യാപ്സ് എക്സാം എന്ന് പറഞ്ഞൊരു എക്സാം എഴുതണം, ഫാർമസിസ്റ്റ് ലൈസൻസിങ് എക്സാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ അതിൻ്റെ കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്. കോച്ചിങ്ങിന് ഒരു 2.5 ലക്ഷമൊക്കെ വരും ഒരാൾക്ക്. ഞങ്ങൾ 2 പേരും പ്രൊഫഷണലി ഫാർമസിസ്റ്റാണ്. അപ്പോൾ 2.5 ലക്ഷം ആ കോഴ്സിന് വരും. പിന്നെ അത് കഴിഞ്ഞ് എക്സാമിനും 2 ലക്ഷത്തിനടുത്ത് വരും. അപ്പോൾ ഇപ്പോൾ ക്ലിൻ്റൻ എന്നോട് പറഞ്ഞു തന്നെ പഠിച്ച് എനിക്കാണെങ്കിൽ ഒട്ടും കോൺഫിഡൻസ് ഇല്ല. കാരണം പഠിപ്പ് കഴിഞ്ഞ് ഒരു 8 വർഷമായി, പിന്നെ പഠിക്കലൊന്നുമില്ല, ജോലിയാണ്. ഈ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുമോ, എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഞാനിവിടെ സാക്ഷ്യങ്ങളും ഉടമ്പടിദാനവും മുടങ്ങാതെ കൂടാറുണ്ട്, അതിപ്പോഴും കൂടാറുണ്ട്. അതിലൊരു സാധാരണ ഞങ്ങളുടെ പ്രൊഫഷനിലെ ഒരു സാക്ഷ്യവും ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. അന്നൊരു കുട്ടി ക്യാപ്സ് എക്സാം കോച്ചിങ്ങിന് പോയി. എന്നിട്ട് ആ കൊച്ചിന് എക്സാമിൻ്റെ തലേദിവസം ഒന്നും
ഒന്നും ഓർമ്മയില്ല. പിന്നെ അവൾ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി അവൾ ആ എക്സാം ക്ലിയർ ചെയ്തു എന്നുള്ള ഒരു സാക്ഷ്യം കേട്ടു. അപ്പം എൻ്റെ മനസ്സിൽ ഒരു ഇത് തോന്നി. ഞാനും പറഞ്ഞു ഞാൻ പഠിച്ചോളാം, ഞാൻ മാതാവിനോട് എനിക്ക് കോച്ചിങ് തരാൻ ഞാൻ മാതാവിനോട് പറഞ്ഞു. അപ്പോൾ മാതാവ് എൻ്റെ ഇതിൽ പറഞ്ഞു നീ തുടങ്ങിക്കോ എന്ന് എൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ പഠിച്ചു തുടങ്ങി. ചില ഭാഗങ്ങളൊന്നും മനസ്സിലാവണില്ല, എനിക്ക് ആരും ഹെൽപ്പിനില്ല. കാരണം അറിയുന്നവരോടൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും കോച്ചിങ്ങിന് പോയിട്ടാണ് എക്സാം എഴുതുന്നത്. കുറേ കുട്ടികൾ സീനിയേഴ്സ് ആണെങ്കിലും ജൂനിയേഴ്സ് ആണെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നവർ അവർ ഹോസ്റ്റലിലൊക്കെ നിന്നിട്ടാണ്, കോച്ചിങ് ഏജൻസിക്കാർ തന്നെ ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അവർ പഠിച്ചുകൊണ്ടിരുന്നിരുന്നത്. എനിക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും അപ്പം ഉണ്ടായിരുന്നില്ല. എനിക്കറിയാത്ത ഭാഗം വരുമ്പോൾ ഉടമ്പടി ധ്യാനം കേൾക്കും, സാക്ഷ്യം കേൾക്കും. അത് കേട്ടിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും പഠിച്ചെടുത്തത്. അതിന് എക്സാമിൻ്റെ സമയത്ത് എക്സാമിന് പോയി. എക്സാമിന് നല്ല പനിയായിരുന്നു. പഠിച്ച കാര്യങ്ങളൊന്നും എൻ്റെ തലയിലില്ല. ഞാൻ പാസ്പോർട്ടിൻ്റെ ഉള്ളിൽ ഉടമ്പടി ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കാശ് രൂപം എൻ്റെ കഴുത്തിലുണ്ടായിരുന്നു. ഞാൻ ചെന്ന് സിസ്റ്റത്തിന്മേ ഉടമ്പടി ഉപ്പിട്ടു, വിശ്വാസപ്രമാണം ചൊല്ലി. ഞാൻ തലേദിവസം പള്ളിയിൽ പോയി വന്നിട്ട് അമ്മ എന്നോട് പറയാണ് നീ ഈ പേപ്പേഴ്സ് നോക്ക്, ഈ ക്വസ്റ്റ്യൻസ് നോക്ക്. ഞാൻ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് അന്ന് നോക്കിയോ ആ ക്വസ്റ്റ്യൻസ് തന്നെയാണ് എനിക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നത്. ദൈവത്തിൻ്റെ കൃപയാലെ ഞാൻ ആ എക്സാം ക്ലിയറായി. അതുപോലെ തന്നെ ക്ലിൻ്റ് എഴുതിയത് 1 വർഷം കഴിഞ്ഞിട്ടാണ്, ഈ നവംബറിൽ. അതും ഓസ്ട്രേലിയയിലെ ലാസ്റ്റ് ക്യാപ്സ് എക്സാം ആയിരുന്നു. ഈ വർഷം തൊട്ട് അവർ പുതിയൊരു എക്സാം ആക്കി. അത് കുറച്ചും കൂടി ടഫാക്കാണ്. അപ്പോൾ മനസ്സിൽ ഞങ്ങൾക്ക് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഈ എക്സാമിൽ എന്നെ ക്ലിൻറ്റും കടന്നു കിട്ടണം. ഞങ്ങൾ 2 പേരും ആ എക്സാം ക്ലിയറായി. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ആ വചനമാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നത്. എക്സാം ക്ലിയർ ആയപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു എവിടെയാണ് കോച്ചിങ്ങിന് പോയത്, എങ്ങനെയാണ് ക്ലിയർ ആയത്. എല്ലാവരോടും ഞാൻ ഒരു കാര്യമാണ് പറഞ്ഞത്, ഞാൻ കോച്ചിങ്ങിന് പോയില്ല, എനിക്ക് മാതാവാണ് കോച്ചിങ് തന്നത്, മാതാവാണ് ഞങ്ങളെ പാസ്സാക്കി എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ 2 പേരും ആ എക്സാം ദൈവത്തിൻ്റെ കൃപയാൽ പാസ്സായി. അതിനുശേഷം ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ കാര്യം PT എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാം അവിടെ എത്തി, ഓസ്ട്രേലിയയിൽ ഞങ്ങൾ എത്തി. ജോലിക്ക് ഞങ്ങൾക്ക് 2 പേർക്കും ഇനീഷ്യലി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അവർ വേറെ പ്രൊഫഷനിലൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഞങ്ങൾ 2 പേരും മനസ്സിലാഗ്രഹിച്ചിരുന്നത് ഞങ്ങളുടെ പ്രൊഫഷനിൽ തന്നെ കയറണമെന്നായിരുന്നു. പക്ഷേ അവിടെ നമ്മൾ ഓരോ ഇൻ്റർവ്യൂവിനും അല്ലെങ്കിൽ റിജക്ഷൻ മെയിൽ വരുന്നത് അവർ മെയിനായിട്ട് പറയുന്നത് ഓസ്ട്രേലിയൻ എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ള കാര്യം വെച്ചിട്ടാണ് അവർ റിജക്റ്റ് ചെയ്യുന്നത്. ഞാൻ അവിടെ പോയി ഓൺലൈൻ ഉടമ്പടി എടുത്തു. വീണ്ടും ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഞാൻ മാതാവിനോട് ഈശോയോട് പറഞ്ഞു, ക്രിസ്മസ് ആണ്, 25-ാം തീയതിയാണ് അന്ന്. 25-ാം തീയതിക്ക് മുമ്പ് എനിക്ക് ക്രിസ്മസ് സമ്മാനമായിട്ട് ഞങ്ങൾ 2 പേരിൽ ഒരാൾക്ക് ഫുൾ ടൈം ആയിട്ട് ഓഫർ ലെറ്റർ വരണം എന്ന് പ്രാർത്ഥിച്ചു. 24-ാം തീയതി രാവിലെ ആയി, ഒരു ഇമെയിലും വന്നിട്ടില്ല. ഇൻ്റർവ്യൂ കഴിഞ്ഞു, 2-3 ഇൻ്റർവ്യൂ കഴിഞ്ഞു. വെർബലി ഒരു കൺഫർമേഷൻ കിട്ടിയായിരുന്നു, പക്ഷേ ഓഫർ ലെറ്റർ വന്നിരുന്നില്ല. പിന്നെ 24 തൊട്ട് ക്രിസ്മസ് ഈവ് തൊട്ട് അവിടെ ഫുൾ ക്ലോസ്ഡ് ആണ്, ഒരു 23-ാം തീയതി തൊട്ട്. അപ്പോൾ 24-ാം തീയതി ആയപ്പോൾ ഓഫർ ലെറ്റർ വരാണ്ടായപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും വരില്ല. പക്ഷേ ഞങ്ങൾ ക്രിസ്മസ് കുർബാനയ്ക്ക് അവിടെ പോവാൻ വൈകിട്ട് ഇറങ്ങുന്ന സമയത്ത് ഈവനിങ് ആണ്, വൈകിട്ടാണ് എനിക്ക് ഇമെയിൽ വന്നത്, ഓഫർ ലെറ്റർ. അങ്ങനെ ഫുൾ ടൈം കോൺട്രാക്റ്റ് ഞങ്ങൾ പറഞ്ഞ സമയത്ത് പരിശുദ്ധ അമ്മ തന്നു. ക്ലിൻറ്റിന് അത് കഴിഞ്ഞിട്ട് ജോലി ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു നിങ്ങൾ ഈ ഫാർമസി പ്രൊഫഷൻ തന്നെ നോക്കാതെ വേറെ പ്രൊഫഷനിലേക്ക് നോക്ക്. പക്ഷേ മനസ്സുകൊണ്ട് എനിക്ക് ക്ലിൻറ്റും ഫാർമസി പ്രൊഫഷനിൽ തന്നെ കയറണം എന്നായിരുന്നു. പക്ഷെ കൊച്ചുള്ള കാരണം അവൻ്റെ സ്കൂൾ ടൈമും കൂടി കിട്ടുന്ന രീതിയിലുള്ള ഒരു ജോലിയാണ് പിന്നെ ക്ലിൻറ്റിന് ഓപ്ഷനുള്ളൂ. അപ്പോൾ എവിടെയാണെങ്കിലും നമ്മൾ CV കൊടുക്കുമ്പോൾ അവർ അവൈലബിലിറ്റി ചോദിക്കും. ഇൻ്റർവ്യൂ കഴിയും, അവൈലബിലിറ്റി ഇഷ്യൂ കാരണം, സ്കൂൾ ടൈമിൻ്റെ ഇഷ്യൂ കാരണം അതങ്ങനെ ക്യാൻസലായി പോവും. പക്ഷെ അവസാനം ക്ലിൻറ്റ് ഒരു ഓഫർ ലെറ്റർ ക്ലിൻറ്റിനും വന്നു. റാഫേലിൻ്റെ കൊച്ചിൻ്റെ സമയത്തിനനുസരിച്ച് തന്നെയായിരുന്നു ആ ഓഫർ ലെറ്റർ. അങ്ങനെ ഞങ്ങൾ 2 പേരും ജോലിക്ക് കയറി. ഞങ്ങൾ 2 പേരും ഇപ്പോൾ ആ കമ്പനിയിൽ തുടർന്നുകൊണ്ട് പോണു. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. അതുപോലെ തന്നെ PT എക്സാം രജിസ്ട്രേഷന് വേണ്ടിയിട്ട് 2 വട്ടം
ഞാൻ എഴുതി. അവിടെ പോയി നന്നായി പഠിച്ചൊരുങ്ങിയാണ് ഞാൻ എഴുതിയത്. നല്ല കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷേ 2 വട്ടവും എനിക്ക് ഓരോ മാർക്കിന് വീതം എൻ്റെ റിസൾട്ട് വരുമ്പോൾ 1 മാർക്കിന് പോവും. പിന്നെ ഞങ്ങൾക്ക് അവസാനം ഡെഡ് ലൈൻ തന്നു, ഇതിനുള്ളിൽ ഞാനത് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ വീണ്ടും പൈസ അടച്ച് പുതിയതായിട്ട് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഫാർമസി കൗൺസിലിൽ നിന്ന് മെയിൽ വന്നു. പിന്നെ ഒരു 3 മാസം എനിക്ക് പഠിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ പഠിക്കൽ നിർത്തി. പിന്നീട് യോഹന്നാൻ്റെ സുവിശേഷം ഇംഗ്ലീഷിൽ വായിച്ചു. 4 വട്ടം വായിച്ചു. 4-5 വട്ടം. ഞാൻ ഫുൾ ടൈം അത് മാത്രമായിരുന്നു വായിച്ചത്. അതിനുശേഷം പോയി ഞാൻ എക്സാം എഴുതി. ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് നല്ല സ്കോറോട് കൂടി 4 മൊഡ്യൂളും ക്ലിയറായി. പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ഭൗതികമായ ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. പിന്നെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഇവൻ്റെ ഡേ കെയറിൽ പോകുമായിരുന്നു. അപ്പം ഞങ്ങൾ നാട്ടിലാണ്. ആ സമയത്ത് ഡേ കെയറിൽ നിന്ന് വന്നു. ഇവൻ്റെ കാലുമ്മ ഭയങ്കര നീര്, മുട്ടിൻ്റെ അവിടം വരെ വലിയ നീരായിട്ട് ഡേ കെയറിൽ നിന്ന് കോൾ വന്നു. ഞങ്ങൾ പോയി അവനെ എടുത്ത് നോക്കി. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ അയച്ചു കൊടുത്തു. അവൾ പീഡിയാട്രീഷ്യൻ. അപ്പോൾ അവൾ പറഞ്ഞു, ഈ നീര് നിങ്ങൾ ട്രീറ്റ് ചെയ്യരുത്, വേഗം പോയി ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ സസ്പെക്റ്റ് ചെയ്യുന്നത് സ്നേക്ക് ബൈറ്റാണ്. ഡിലേഡ് ഓൺസെറ്റ് ആയ കാരണം വൈപ്പറാണ് കടിച്ചതെന്നാണ് അവർ പറഞ്ഞത്. അവൻ ICUവിൽ കയറ്റി. എനിക്ക് അറിയില്ല, ഉടമ്പടി എടുത്ത കാരണം മനസ്സിൽ ഭയങ്കര ധൈര്യമായിരുന്നു. ഞാനവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം അവൻ്റെ കാലിൽ പെരട്ടി പരിശുദ്ധ അമ്മയോട് മുട്ടുകുത്തി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അവൻ്റെ ഒരു ബ്ലഡ് ടെസ്റ്റിലും വിഷത്തിൻ്റെ ഒരു അംശം പോലും കാണിക്കല്ലേ അമ്മേ, ഞങ്ങളിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവൻ്റെ ആ 24 hours എല്ലാ ബ്ലഡ് ടെസ്റ്റിലും നോർമലായി. ഡോക്ടേഴ്സ് പറഞ്ഞു ഇതെങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. എന്തായാലും വലിയൊരു അനുഗ്രഹമായിരുന്നു പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് നൽകിയത്. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും പരിശുദ്ധ അമ്മ വഴി നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഉടമ്പടി എടുത്തിട്ട് ഞങ്ങളുടെ വചനവായന മുടങ്ങിയിട്ടില്ല. കുടുംബ പ്രാർത്ഥനയും എത്ര നേരം വൈകിയാലും ഞങ്ങൾ 2 പേരും ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന എത്തിക്കാതെ ഞങ്ങൾ കിടക്കാറില്ല. ചിലപ്പോൾ ഞങ്ങൾക്ക് വൈകി എത്തുന്ന കാര്യങ്ങൾ മനസ്സിലാണെങ്കിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ കുടുംബ പ്രാർത്ഥന ചൊല്ലി പോവും. ഒരുമിച്ച് ഞങ്ങൾ അവിടെ കുർബാനയുള്ള എല്ലാ ദിവസങ്ങളിലും പരിശുദ്ധ അമ്മയോട് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു നിയോഗമായിരുന്നു ഞാൻ വെച്ചിരുന്നത്. ഞങ്ങൾക്ക് പള്ളിയോടടുത്ത് പരിശുദ്ധ കുർബാനയുള്ള ഒരു സ്ഥലത്ത് വേണം വീട്, ഞങ്ങൾക്ക് താമസ സൗകര്യം. പരിശുദ്ധ അമ്മ അത് ഞങ്ങൾക്ക് ഒരുക്കി തന്നു. അപ്പോൾ പരിശുദ്ധ കുർബാന ഞങ്ങൾ മുടങ്ങാതെ പോവാറുണ്ട്. പരമാവധി ദിവസങ്ങളിൽ, എല്ലാ ദിവസവും അല്ല, ഷിഫ്റ്റ് അനുസരിച്ച് ചിലപ്പോൾ ഞങ്ങൾക്ക് പോകാൻ പറ്റാറില്ല. പക്ഷേ കുമ്പസാരവും കുർബാനയും കാരുണ്യപ്രവർത്തികളും മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. പരിശുദ്ധ അമ്മയും പരിശുദ്ധ അമ്മ വഴിയായി ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. 33-ാം സങ്കീർത്തനത്തിൽ 11-ാം തിരുവചനം അരുളി ചെയ്യുന്നു, കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ്, അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു. കുടുംബമായി വന്ന് അമേഘ ആൻ്റണി തങ്ങളുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെയാണ് ഇടപെട്ടത്, തങ്ങൾക്ക് ഓസ്ട്രേലിയൻ വർക്ക് വിസ ഗ്രാൻഡ് ആകുന്നതും, അതുപോലെ ഫാർമസിയുടെ ലൈസൻസിങ് എക്സാം കോച്ചിങ് ഇല്ലാതെ ഓസ്ട്രേലിയയ്ക്ക് പോകുവാനായിട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ആകുന്നത്, കോച്ചിങ് എടുത്തവർക്ക് പോലും പറ്റാത്ത അവസ്ഥയിൽ തനിക്ക് എങ്ങനെ ഇതൊക്കെ കഴിയുന്നു എന്നൊക്കെ മറ്റുള്ളവർ ചോദിക്കുമ്പോൾ അമ്മ മാതാവിനോട് ചോദിച്ചിട്ടാണ് അതിൻ്റെ എമൗണ്ട് എത്രയാണ് കോച്ചിങ്ങിൻ്റെ എന്നുള്ളതൊക്കെ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു. 2 പേരും ഫാർമസിസ്റ്റാണ്. അപ്പോൾ 2 പേർക്കും കൂടി വരുന്ന ഒരു വലിയ ഭീമമായ തുക, ഇതൊക്കെ ബുദ്ധിമുട്ടാകുമ്പോൾ സ്വയം പഠിക്കാനായിട്ട് തീരുമാനമെടുക്കുന്നു. ഡ്രഗ്സിൻ്റെ ഒക്കെ കാര്യങ്ങൾ അതെല്ലാം തൻ്റെ പഠന മേഖലയിൽ നിന്ന് അകന്നു നിന്നിട്ട് വർഷങ്ങളായി, ജോലി മാത്രമായിട്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ബ്ലോക്ക് തന്നെയാണ്, തടസ്സങ്ങൾ. ഈ തടസ്സങ്ങളിലാണ് ഉടമ്പടി എടുക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ നാം ഏൽപ്പിക്കുകയാണ് ഉടമ്പടിയിലൂടെ. അതുകൊണ്ട് തന്നെയാണ് കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ്, അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു. നാം ചിന്തിക്കുന്നതും നമ്മുടെ പദ്ധതിയും മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എല്ലായിടത്തും പരാജയമാണ്. എന്നാൽ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ പിന്നീട് ദൈവേഷ്ടം നിറവേറ്റുവാനും ദൈവത്തിൻ്റെ പദ്ധതികൾക്കും പ്രാധാന്യം കൊടുക്കുന്ന
വ്യക്തികളായിട്ട് നാം രൂപാന്തരപ്പെടുന്നു. അത് ഉടമ്പടിയുടെ ഭാഗമായിട്ട് തന്നെ നമുക്കിനി ഒന്നും സാധ്യമല്ല. ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള ഉടമ്പടിയുടെ ബേസിക് ആയിട്ടുള്ള ആ കണ്ടൻറ്റ് അത് ഓരോ വ്യക്തികളും സ്വന്തം ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുന്നു, അതവർ മനസ്സിലാക്കുന്നു. അങ്ങനെ തനിക്ക് കോച്ചിങ് തന്നത് പരിശുദ്ധ അമ്മയാണ്. അമ്മ പറയുന്നുണ്ട്, നീ തുടങ്ങിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 30-ാം അധ്യായം 21 മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അങ്ങനെ തനിക്ക് കിട്ടിയ, തൻ്റെ ബോധ്യത്തിൽ വന്ന സ്വരം അത് ദൈവം തന്നോട് സംസാരിക്കുന്നതായിട്ട് ഈ മകൾ മനസ്സിലാക്കുന്നു. അങ്ങനെ തനിക്ക് എക്സാമൊക്കെ പാസ്സാകാനും കഴിഞ്ഞതിൻ്റെയും അവിടെ ഫാർമസി പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് ലെവലിലൊക്കെ ഉള്ളവർക്ക് അറിയാൻ സാധിക്കുമെന്നാണ് ഈ മകൾ തന്നെ പറയുക. എത്രമാത്രം ഡിഫിക്കൽട്ടാണ് രണ്ടു പേർക്കും ഒരേപോലെയുള്ള ജോലി സാധ്യതകളൊക്കെ ലഭിക്കാനും. അങ്ങനെ എല്ലാറ്റിനും അമ്മ ഇടപെട്ടു. അമ്മയുടെ മധ്യസ്ഥതയിലൂടെ മാത്രം തങ്ങൾക്ക് കിട്ടി. തനിക്ക് PTE എക്സാമിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബൈബിളാണ് വായിക്കുക. 4 പ്രാവശ്യം യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം ഇംഗ്ലീഷ് അത് ഈ മകൾ വായിക്കുകയാണ്. തനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കി പിന്നീട് ദൈവവചനത്തെ കൂട്ടുപിടിക്കുന്നു. അങ്ങനെ ആ വചനം വായിച്ച് തനിക്ക് പരീക്ഷ പാസ്സാകാൻ പറ്റിയെന്നാണ് പറയുക. ആരും പഠിക്കേണ്ട എന്നല്ല ഇവിടെ പറയുക. പഠിച്ചിട്ടും തനിക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് തൻ്റെ കഴിവിൽ ഒതുങ്ങില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഓരോ മക്കളും ദൈവിക ചിന്തകളെ അതിനെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് തനിക്ക് ഇന്ന് തൻ്റെ എക്സാം നല്ല സ്കോറോടുകൂടി പാസ്സാകാനൊക്കെ കഴിഞ്ഞതെന്ന് പറയുന്നു. തങ്ങൾ പറഞ്ഞ അതേ ഡേറ്റിലൊക്കെ തന്നെ ഒരു ക്രിസ്മസ് സമ്മാനമായിട്ട് ഓഫർ ലെറ്റർ വരുന്നു. അതിനുള്ള ചാൻസൊക്കെ വളരെ കുറവ്. എന്നാൽ ലാസ്റ്റ് മിനിറ്റ് പോലും വളരെ വിലപ്പെട്ടതാണ് ദൈവത്തിൻ്റെ അടുത്ത്. ആ മൊമെൻ്റ് പോലും നോക്കി ഇരിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. അതാണ് ഉടമ്പടി എടുത്ത മക്കളുടെ ജീവിതത്തിൽ അവർ ചെയ്യേണ്ടത്. അങ്ങനെ ദൈവത്തിൽ നിന്ന് മാത്രം തങ്ങൾക്ക് കിട്ടിയ കൃപകളായിട്ട് ഓരോന്നും ഇവിടെ പറയുന്നു. മകൻ്റെ ഒരു സൗഖ്യാനുഭവവും, തനിക്ക് തന്നെ മൈഗ്രെയിൻ ഉണ്ടായിരുന്നു, അതൊക്കെ എങ്ങനെയാണ് സുഖപ്പെട്ടത്. അത് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ സൗഖ്യം ലഭിക്കുകയാണ്. ആത്മീയമായിട്ട് തങ്ങൾ ഇന്ന് എത്രമാത്രം മാറി, എങ്ങനെയാണ് തങ്ങളുടെ ആത്മീയ ജീവിതം ഓരോ ദിവസം ചെല്ലുന്തോറും അത് കൂടുതൽ ഫലമണിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഈ മക്കളിവിടെ പങ്കുവയ്ക്കുന്നു. ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി അൾത്താരയിൽ നിൽക്കുന്ന ഈ മക്കളോടൊപ്പം നമുക്കും കരങ്ങളടിക്കാം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.